ഹായ്. 100% ആളുകളും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഫോൺ സ്റ്റോറേജ് ഫുൾ ആവുക എന്നുള്ളത്. ഫോണിൽ ഫോട്ടോസോ വീഡിയോസോ മറ്റുള്ള ഡോക്യുമെന്റ്സുകളോ ഒന്നും കൂടുതലായിട്ടില്ല, പക്ഷേ സ്റ്റോറേജ് ഫുള്ളാണ്. എന്താണ് ഇതിനുള്ള കാരണം? ഇതിനെക്കുറിച്ച് പല ഘട്ടങ്ങളിലായിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും ആ വീഡിയോകൾ കാണാത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പുതിയ ഫോളോവേഴ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ആയിട്ട് വരുന്ന കൂട്ടുകാരോ കമന്റ് ഇടുന്നതോ അല്ലെങ്കിൽ ചോദിക്കുന്നതുമായ ചോദ്യങ്ങളാണ് ഇവയെല്ലാം. കാരണം 100% ആളുകൾക്കും ഈ ഫോൺ സ്റ്റോറേജ് വരുന്ന കാരണങ്ങൾ വ്യക്തമായിട്ട് അറിയില്ല. നമ്മൾ ആഴ്ചയിൽ 3 വീഡിയോ ഈ ഫോൺ സ്റ്റോറേജ് പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് വരുന്നുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും മസ്റ്റ് ആയിട്ടും ജാഫർ പൊന്നാനി എന്ന ഈ ഒരു പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. ഫോളോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവില്ല, അത് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ വരും. അതിൽ വലതുവശത്ത് കാണുന്ന ഫേവറേറ്റ് കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ മുഴുവനും മൊബൈൽ ടെക് സംബന്ധമായിട്ടുള്ള, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള, ഐഫോൺ സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ്. അപ്പം അതിനായിട്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ അത് ഫോളോ, ഫേവറേറ്റ്, സബ്സ്ക്രൈബർ, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. എങ്ങനെയൊക്കെയാണ് ഫോൺ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് ഞാൻ ഘട്ടം ഘട്ടമായി ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഓരോ വീഡിയോയുടെ ലെങ്ത്തും ചിലപ്പോൾ 10-15 മിനിറ്റ് ഒക്കെ വർദ്ധിക്കാം. അപ്പൊ അതുകൊണ്ടായിട്ട് എത്രത്തോളം പാർട്ട് പോകുന്നു അത്രത്തോളം പൊക്കോട്ടെ, മാക്സിമം 5 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വീഡിയോ ആരംഭിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. പ്രധാനപ്പെട്ട കാര്യം, ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ ഇത് പാർട്ട് 1 ആണ്, മാക്സിമം 5 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് കൂട്ടുകാർക്ക് ഇതേക്കുറിച്ച് അറിയായിരിക്കാം, എന്നാൽ അറിയാത്ത കൂട്ടുകാരിലേക്കാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് സ്റ്റോറേജ് പ്രോബ്ലം പ്രശ്നം. നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കിടക്കാം. ആരായാലും നമ്മുടെ ഫോണിൽ നമുക്ക് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ആപ്പ് എന്നാണ് ചെയ്യുക. അല്ല എങ്കിൽ സെറ്റിങ്സിൽ പോയി ആപ്ലിക്കേഷൻ മാനേജറോ ആപ്സോ എടുത്ത് അവിടെ നിന്ന് വേണ്ടാത്ത ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യലാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ശരിയായ രീതി അങ്ങനെയല്ല. നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോറേജ് ആൻഡ് ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്നത് 739 MB ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഡാറ്റ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ക്ലിയർ ക്യാഷ് 44.18 MB ഉണ്ട്. അതുകൂടാതെ ടോട്ടൽ 1.01 MB ആണ് ഇത് ഉപയോഗിക്കുന്നത് ടോട്ടലായിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം നമ്മൾ ഒറ്റ അടിക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡാറ്റകൾ മുഴുവൻ നമ്മുടെ ഫോണിലുണ്ടാവും. അത് ഏത് സമയത്തും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്ലിയർ ക്യാഷ് കൊടുക്കുക, പിന്നെ ക്ലിയർ സ്റ്റോറേജ് കൊടുക്കുക. ക്ലിയർ സ്റ്റോറേജ് കൊടുത്തു. ഇപ്പം നോക്കി വെറും 230 MB മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് ഉള്ളത്. 1 GB മുകളിൽ ഉണ്ടായിരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ടോട്ടൽ ഫയലും നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പെർമിഷനിലേക്ക് വന്നിട്ട് ഇവിടെ ഓൺ ആണെങ്കിൽ ഓഫ് ആക്കി കൊടുക്കുക. നമുക്ക് 1 by default എന്നുള്ള ഒരു ഓപ്ഷനിൽ ഇവിടെ ഫുള്ള് എനേബിൾ ഉണ്ടാവുക. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ശേഷം ഇതും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. കാരണം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വീണ്ടും അത് പ്രവർത്തിക്കാതിരിക്കാനായിട്ട് ഇതെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. എല്ലാം ഡിസേബിൾ ചെയ്ത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫോഴ്സ് സ്റ്റോപ്പ് കൊടുക്കുക. ശേഷം നിങ്ങൾ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഡാറ്റയും നമ്മുടെ ഫോണിൽ അവശേഷിക്കില്ല. കൂടാതെ നമ്മുടെ ഫോൺ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡയറക്റ്റായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ അതിലെ ഡാറ്റകൾ മുഴുവൻ ഏത് സമയത്തും നമ്മുടെ ഫോണിൻ്റെ സ്പേസും നമ്മുടെ ഡാറ്റകളും എല്ലാം ചോർത്തിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇതുപോലെ ശരിയായ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. വീണ്ടും ആപ്പ് ഇൻഫോ എന്നുള്ള ഭാഗം എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം 73.97 MB ക്യാഷ് മാത്രമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കുക.
നിങ്ങൾ ഡാറ്റ അത് യൂസർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനോ കൊടുക്കരുത്. ക്ലിയർ ക്യാഷ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാത്രം കൊടുക്കുക. ഈ വാട്സപ്പിൻ്റെ ക്ലിയർ ക്യാഷ് മാത്രം 73.97 ഉണ്ട്. അപ്പോൾ ഇതിവിടെ ക്ലിയർ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാഷ് അവിടുന്ന് പോയി. നമ്മുടെ വാട്സപ്പിലെ നമുക്ക് വന്നതോ അല്ലെങ്കിൽ നമ്മൾ അയച്ചതോമായ മെസ്സേജുകൾക്ക് ഒന്നും സംഭവിക്കില്ല ഈ ക്ലിയർ ക്യാഷ് കൊടുത്താൽ. മറിച്ച് നിങ്ങൾ ഒരു കാരണവശാലും ക്ലിയർ സ്റ്റോറേജ് കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ വന്ന മെസ്സേജും ഇതെല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വാട്സപ്പ് മാത്രമല്ല, യൂട്യൂബും ഇതുപോലെ ആപ്പ് ഇൻഫോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം ഇവിടെ 689 MB ക്ലിയർ ക്യാഷ് കിടക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ ആപ്ലിക്കേഷൻ നമ്മളിവിടെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 1.20 GB ഉപയോഗിക്കുന്നുണ്ട് യൂട്യൂബ് ടോട്ടലായിട്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലോ വെറും 509 MB മാത്രം. ഇപ്പോൾ എത്രത്തോളം 1 GB ഡാറ്റകളും നമുക്ക് സ്പേസും എല്ലാം ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പം ഇതുപോലെ നിങ്ങൾ മുഴുവൻ ആപ്ലിക്കേഷനും ക്ലിയർ ക്യാഷ് കൊടുക്കുക. അടുത്തതായി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ നിങ്ങൾ ന്യൂസ് ആർട്ടിക്കിൾ .online എന്ന് ഒട്ടും സ്പേസ് ഇടാതെ സെർച്ച് ചെയ്യുക. ഇതുപോലെ ഒട്ടും സ്പേസ് ഇടാതെ ന്യൂസ് ആർട്ടിക്കിൾ വരരുത്, ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ടിൻ്റെ മുമ്പോ ശേഷമോ സ്പേസ് വരാൻ പാടില്ല. നിങ്ങൾ .online എന്ന് ഇതുപോലെ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിലും കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോൺ സ്റ്റോറേജ് പ്രശ്നങ്ങൾ ഈസിയായി പരിഹരിക്കാം എന്നുള്ളൊരു പോസ്റ്റ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ സ്റ്റോറേജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളോട് എഴുതിയിട്ടുണ്ട്. ശേഷം ഇതിലുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ വെറും 1 MB പോലും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ്, പക്ഷേ ഇതിൻ്റെ യൂസേജ് വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണുക. നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് കാണാം സ്കാൻ എംപ്റ്റി ഫോൾഡർ ഓൾ ഡിവൈസ് എന്നുള്ള ഭാഗം, രണ്ടാമത്തെ ഡിലീറ്റ് എംപ്റ്റി ഫോൾഡർ ഇൻറ്റേർണൽ എന്നുള്ള ഭാഗം, മൂന്നാമത്തത് SD കാർഡിൻ്റെയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ SD കാർഡ് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയുന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫോട്ടോസോ വീഡിയോസോ മറ്റേത് ഡോക്യുമെൻറ്റ്സുകളോ ആപ്ലിക്കേഷനോ ആയിക്കോട്ടെ, അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകളും എല്ലാം നമ്മുടെ ഫോണിലുണ്ടാവും. ചിലപ്പം 1 GB മുകളിൽ വരെ ഡാറ്റകൾ അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 143 MT ഫോൾഡറുകൾ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോഴുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് MT ഫോൾഡർ ഇൻറ്റേർണൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. മുഴുവനും ഇവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. 143 നമ്മൾ കണ്ട എല്ലാ MT ഫോൾഡറുകളും ഇതുപോലെ ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നോക്കി ഫുള്ള് ഡിലീറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഡിലീറ്റ് MT ഫോൾഡർ ഇൻറ്റേർണൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനും നമ്മുടെ ഫോണിലുള്ള MT ഫോൾഡർ മുഴുവനും ഡിലീറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 0 MT ഫോൾഡർ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഒറ്റ ഫോൾഡറും മറ്റുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയലിൽ ഒരു ഫോൾഡറും ഇപ്പോൾ നമ്മുടെ ഫോണിലില്ല, മുഴുവൻ ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റോറേജ് പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. പക്ഷേ 20-30 പാർട്ടിലേക്ക് ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു പരമ്പര നീണ്ടു പോകാം. കാരണം പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആവുന്നത്. ഇപ്പോൾ കണ്ട രീതി വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയാണ്. നമ്മുടെ ഫോണിൽ ഓരോ ആപ്ലിക്കേഷനും ഒരുപാട് സ്പേസ് എടുക്കുന്നുണ്ട്. കൂടാതെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ശരിയായ രീതിയും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടാതെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ന്യൂസ് ആർട്ടിക്കിൾ .online നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ലിങ്കിൽ പോയി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അത് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ MT ആയിട്ടുള്ള മുഴുവൻ ഫോൾഡറുകളും കാണും. ആ ശേഷം ആ മുഴുവൻ ഫോൾഡറും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോൺ നല്ല സ്മൂത്ത് ആയിരിക്കും. കാരണം ഫോൺ ഉപയോഗിക്കാനും സിമ്പിളാണ്. ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ തന്നെ വഴുകും. ചിലപ്പോൾ ഫോട്ടോസോ വീഡിയോസോ എടുക്കുമ്പോൾ ഫോൺ ആകെ ഹാങ് ആയി നിൽക്കും, ഫോൺ പെട്ടെന്ന് ചൂടാവും. അത് കൂടാതെ തന്നെ ചാർജ് പെട്ടെന്ന് കയറാറില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫേവറേറ്റ് എനേബിൾ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡുമായി കാണാം. ബൈ.